لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر أن الله يزجي سحابا ثم يؤلف بينه ثم يجعله ركاما فترى الودق يخرج من خلاله وينزل من السماء من جبال فيها من برد فيصيب به من يشاء ويصرف عن من يشاء يكاد سنا برقه يذهب بالأبصار. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുകയും അവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുകയും പരീക്ഷണങ്ങളിൽ നന്നായി ക്ഷമിക്കുകയും ഈമാനും തഖ്വയും പൂർണ്ണമായും നിലനിർത്തി ജീവിക്കാനുള്ള പരിശ്രമവും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ നമ്മുടെ ഓരോ നിമിഷങ്ങളും ഓരോ സന്ദർഭങ്ങളും അള്ളാഹുവിന്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ആ ദൃഷ്ടാന്തങ്ങൾക്ക് നേരെ കണ്ണും കാതും തുറന്നു വെച്ച് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ആർക്ക് സാധിക്കുന്നുവോ അവർക്കാണ് ഈ ലോകത്ത് വിജയിക്കാൻ കഴിയുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മഴ ഒരു അനുഗ്രഹമാണ്, ദൃഷ്ടാന്തമാണ്, ഒരുപാട് പാഠങ്ങൾ നമുക്ക് നൽകുന്ന അള്ളാഹുവിന്റെ അപാരമായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ്. വമിൻ ആയാതിഹി യുരീക്കുമുൽ ബർഖ ഖൗഫൻ വതമഅൻ വയുനസ്സിലു മിനസ് സമാഇ മാഅൻ ഫയുഹീ ബിഹിൽ അർള ബഅദ മൗതിഹാ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യഅഖിലൂൻ. ചിന്തിക്കുന്നവർക്കെമ്പാടും ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇടിയും മിന്നലും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ഭയത്തോടെ, പ്രതീക്ഷയോടെയാണ് നാം അതിനെ കാണുന്നത്. കൂടെ ആകാശത്ത് നിന്ന് അല്ലാഹു മഴ വർഷിപ്പിക്കുന്നു, ഭൂമിയിൽ നിർജീവമായ വസ്തുക്കളെ ജീവനുള്ളതാക്കി മാറ്റുകയും ചെയ്യുന്നു. ശാസ്ത്രം നമുക്കറിയാം, N2 നൈട്രജൻ സംയുക്തം ആകാശത്തിൽ ഇടിമിന്നലുകൾ ഉണ്ടാകുമ്പോൾ രൂപപ്പെടുകയും അതിലൂടെ അതിനുശേഷം പെയ്യുന്ന മഴയിലൂടെ ആ വളം ഭൂമിയിലേക്ക് എത്തുകയും ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് അത് ജീവസുറ്റ അവസ്ഥ നൽകുകയും ചെയ്യുന്നു. ശാസ്ത്രത്തിനപ്പുറം പരിശുദ്ധ ഖുർആൻ ഒരു വിശ്വാസിക്ക് എമ്പാടും ദൃഷ്ടാന്തങ്ങൾ നൽകുന്നുണ്ട്. ഓരോ മഴത്തുള്ളിയും ദൃഷ്ടാന്തമാണ്. പരിശുദ്ധ ഖുർആനിൽ
8 തരം മഴയെക്കുറിച്ച് പറയുന്നുണ്ട്. 8 പദങ്ങളാണ് മഴയ്ക്ക് വേണ്ടി ഖുർആൻ ഉപയോഗിച്ചത്, വ്യത്യസ്ത പദങ്ങൾ. അത് ഓരോന്നും ഓരോ തരം മഴയാണ്. മാ, മത്തർ, സ്വയ്യിബ്, ഗൈസ്, റഹ്മത്ത്, വാബിൽ, ത്വല്ല്, വദ്ഖ്. ഇത്രയും പദങ്ങൾ ഖുർആനിൽ മഴയ്ക്ക് വേണ്ടി ഉപയോഗിച്ച പദങ്ങളാണ്. മാ സാധാരണ പെയ്യുന്ന മഴയ്ക്ക് മൊത്തത്തിൽ പറയുന്ന പേരാണ്. മത്തർ പരിശുദ്ധ ഖുർആനിൽ 15 സ്ഥലത്ത് 15 തവണയാണ് മത്തർ ആവർത്തിച്ചത്. അത് മുഴുവനും ശിക്ഷയായി പെയ്ത മഴയാണ്. മഴയ്ക്ക് മത്തറെന്ന് ഖുർആനിൽ പറഞ്ഞതൊക്കെയും ശിക്ഷയായി പെയ്ത, ഒരുപാട് സമൂഹങ്ങളെ നശിപ്പിച്ച മഴക്കാണ് മത്തർ എന്ന് ഖുർആനിൽ പറഞ്ഞത്. സ്വയ്യിബ് അത് പേമാരിയാണ്. ഇടിമിന്നലോടെ ഇരുളടഞ്ഞ് ഇരുട്ടായി കാർമേഘങ്ങൾ വന്ന് അങ്ങനെ പെയ്യുന്ന പേമാരിയാണ് സ്വയ്യിബ്. ഗൈസ് അത് സഹായമാണ്. പലപ്പോഴും ഒരു സഹായം എന്ന നിലക്ക് മഴ വർഷിക്കാറുണ്ട്. പ്രവാചകന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. മഴ പെയ്തപ്പോൾ അവർക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. ബദറിന്റെ തലേ ദിവസം മഴ പെയ്തു. സഹായമായി അള്ളാഹു നൽകുന്ന മഴയാണ് ഗൈസ്. റഹ്മത്ത് എന്ന് പറയുന്നത് അള്ളാഹു തആല പറയുന്നത് നിരാശക്ക് ശേഷം, മഴ കിട്ടാതെ വേനൽക്കാലത്ത് നിരാശപ്പെട്ട് അങ്ങനെ വരൾച്ച വന്ന് ഒരുപാട് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് അവസാനം അള്ളാഹു തആല പെയ്യിപ്പിക്കുന്ന മഴയാണ് റഹ്മത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ തന്നെയാണ് അള്ളാഹ് പറഞ്ഞത്. അത് കർമേഘങ്ങളെ കാറ്റിനെ അയച്ച് അള്ളാഹ് ഉദ്ദേശിക്കുന്ന പ്രദേശത്ത് മാത്രമൊക്കെ പെയ്യുന്ന മഴ. നമ്മളെ പാലത്തിനിപ്പുറത്ത് മഴ പെയ്തു, അപ്പുറത്ത് മഴയില്ല എന്നൊക്കെ പറയും. അത്തരം മഴകൾക്കൊക്കെ റഹ്മത്ത് എന്നാണ് ഖുർആൻ വിശദീകരിച്ചത്. വാബിൽ എന്ന് പറയുന്നത് ശക്തമായ മഴക്കാണ്. വാബിൽ എന്ന് പറഞ്ഞ നിർത്താതെ പെയ്യുന്ന മഴക്കാണ്. ത്വല്ല് എന്ന് പറഞ്ഞാൽ ചാറൽ മഴയാണ്. ത്വല്ല് ചാറൽ മഴക്കാണ്, ചാറിക്കൊണ്ടിരിക്കുന്ന മഴക്കാണ് ഖുർആനിൽ ത്വല്ല് എന്ന് പറഞ്ഞത്. വദ്ഖ് എന്ന് പറഞ്ഞാൽ മേഘങ്ങൾക്കിടയിൽ നിന്ന് അല്ലാഹു തആല വർഷിപ്പിക്കുന്ന ആലിപ്പഴമടക്കമുള്ള മഴക്കാണ് വദ്ഖ് എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വാക്കുകൾ ഉപയോഗിച്ച് വ്യത്യസ്തങ്ങളായ മഴയെക്കുറിച്ച് അല്ലാഹ് പറഞ്ഞു. എന്തിനാണ് ഇതൊക്കെയും പറഞ്ഞത്? 8 പദങ്ങളാണ് ഖുർആനിലുള്ളത്. 8ലധികം ദൃഷ്ടാന്തങ്ങൾ, പാഠങ്ങൾ അല്ലാഹു പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഒന്നാമത്തെ പാഠം അല്ലാഹുവിനെ മനസ്സിലാക്കുക എന്നത് തന്നെയാണ്. പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ നോക്കൂ, മഴയെക്കുറിച്ച് പറയുന്നിടത്തൊക്കെയും അല്ലാഹ് പറയുന്നത് വമിൻ ആയാത്തിഹി, അവന്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ്. വല്ലാഹു അൻസല മിനസ് സമാഇ മാ, അല്ലാഹുവാണ് ആകാശത്ത് മഴ ഇറക്കുന്നത്. വല്ലദീ അൻസല വല്ലാഹു അല്ലദീ ഉർസില റിയാഹ, മഴയ്ക്ക് മുമ്പ് കാറ്റിനെ അയക്കുന്നവൻ അല്ലാഹുവാണ്. കമാഇൻ അൻസൽനാ മിനസ് സമാഇ മാ, നാമാണ് ആകാശത്ത് നിന്ന് മഴ ഇറക്കുന്നത്. വനസ്സൽനാ മിനസ് സമാഇ മാ, നാം തന്നെയാണ് ആകാശത്ത് നിന്ന് മഴ ഇറക്കുന്നത്. ഇങ്ങനെ തുടങ്ങിയിട്ട് അല്ലാഹുവാണ്, ഞാനാണ്, നാം തന്നെയാണ്, ഇങ്ങനെ ആവർത്തിച്ച് മഴയെക്കുറിച്ച് അല്ലാഹു പറയുന്നു. എന്താണ് അതിന് കാരണം? കേവലം ഒരു മഴ നൽകുന്നവൻ എന്ന് അള്ളാഹിനെ പറ്റി പരിചയപ്പെടുത്തൽ മാത്രമല്ല. മഴ നൽകുന്നവൻ അള്ളാഹയാണെന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷെ അള്ളാഹു അങ്ങനെയല്ല പറഞ്ഞത്. കൃത്യമായി എത്ര തുള്ളി മഴ വർഷിക്കുന്നു, അതിന്റെ കൃത്യമായ കണക്ക്, ഇത്ര മീറ്റർ മഴ പെയ്തു എന്ന് കണക്ക് പറയും. ഓരോരുത്തരും പറയും ഇത്രയാണ് മഴ പെയ്തത് എന്ന് പറയും, അല്ലെ? എങ്കിൽ അല്ലാഹ് പറയാണ് വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദരിൻ, വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദരിൻ, കൃത്യമായി കണക്കനുസരിച്ച് അള്ളാന്റെ കണക്കിലുണ്ട് ഓരോ തുള്ളി മഴയും. അള്ളാഹ് പറയാണ്, മഴ വർഷിപ്പിക്കുന്ന അള്ളാഹ് പറയണം. ഫഅസ്കന്നാഹു ഫിൽ അർളി, എന്നിട്ട് ഭൂമിയിൽ അതിനെ നിലനിർത്തുന്നത് അള്ളാഹുവാണ്. വസലക്കഹു യനാബിഅ ഫിൽ അർളി, ഭൂമിയുടെ ഉറവുകളിലേക്ക് അതിനെ ഇറക്കുന്നത് അള്ളയാണ് എന്ന് പറഞ്ഞാൽ മഴ വർഷിപ്പിക്കുന്നവൻ എന്ന് മാത്രമല്ല, അല്ലാഹു തആല മഴയ്ക്ക് മുമ്പുണ്ടാകുന്ന എന്തൊക്കെ പ്രതിഭാസങ്ങളുണ്ടോ അത് മുഴുവനും അള്ളാഹ്ക്ക് മാത്രം. മഴ വർഷിപ്പിക്കുന്നവൻ എന്ന് മാത്രമല്ല, മഴയ്ക്ക് മുമ്പുണ്ടാകുന്ന പ്രതിഭാസങ്ങളെക്കുറിച്ചൊക്കെ അള്ളാഹ് പറയുന്നത് അതിലൊന്നും മനുഷ്യന് ഒരു പങ്കുമില്ല എന്ന് പറയാനാണ്. അതിന് മുമ്പിലുള്ള ഓരോ കാര്യങ്ങളും, മഴ പെയ്തതിന് ശേഷം ഭൂമിക്കത് ഉപകാരപ്രദമാക്കുന്ന കാര്യത്തിൽ പോലും അള്ളാഹു അത് എടുത്തു പറയുന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. മനുഷ്യന് വെള്ളത്തെ നീരാവിയാക്കി മാറ്റാൻ, ജലാശയത്തെ ചൂടാക്കാൻ മനുഷ്യന് കഴിയില്ല. ജലാശയങ്ങളെ ചൂടാക്കുന്നത് പടച്ചവനാണ്. അത് നീരാവിയാക്കി ഉയർത്തി വിവിധ മേഘങ്ങളായി മാറി ആ മേഘങ്ങളെ തമ്മിൽ കൂട്ടിക്കെട്ടുന്നത്,
കൂട്ടിയിണക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. എന്നിട്ടത് മഴയായി വർഷിപ്പിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. ഒരു മഴ ഭൂമിയിലേക്ക് പെയ്യണമെങ്കിൽ അതിന് മുമ്പ് ഒരുപാട് ക്രമങ്ങളുണ്ട്. ആ ക്രമങ്ങൾ മുഴുവനും അള്ളാഹുവിൻ്റെതാണ്. സൂറത്തു നൂറിലെ ഞാൻ ഓതി വെച്ച ആയത്ത്, അലം തറ, നീ കാണുന്നില്ലേ? ചോദിക്കുകയാണ്. കാണണം. നീ കാണുന്നില്ലെന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ കാഴ്ചക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണ്? മൃഗങ്ങളും കാണാറുണ്ട്, മൃഗത്തിനും കണ്ണുണ്ട്, കാണാറുണ്ട്. പക്ഷെ മനുഷ്യനോട് നീ കാണുന്നില്ലെന്ന് ചോദിച്ചാൽ കേവലം ഒരു കാഴ്ചയല്ല, കേവലം കണ്ടിട്ട് പഠിക്കേണ്ട പാഠം പഠിക്കാത്തവനെ മൃഗത്തേക്കാൾ അധപ്പതിച്ചവനെന്നാണ് അള്ളാഹ് പറഞ്ഞത്. കണ്ണുണ്ട്, കാണുന്നില്ല, ഹൃദയമുണ്ട്, ചിന്തിക്കുന്നില്ല, ചെവിയുണ്ട്, കേൾക്കുന്നില്ല, മൃഗത്തേക്കാൾ അധപ്പതിച്ചവെന്നാണ് അള്ളാഹ് പറഞ്ഞത്. അപ്പൊ മനുഷ്യന്റെ കാഴ്ച ചിന്തിക്കാനാണ്. അലം തറ, നീ കാണുന്നില്ലേ എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നില്ലേ? അന്നല്ലാഹ യുജിസി സ്വഹാബൻ, അള്ളാഹുവാണ് കാർമേഘത്തെ തെളിച്ചു കൊണ്ടുവരുന്നത്. തുമ്മ യുഅല്ലിഫു ബൈനഹു, എന്നിട്ട് അവ തമ്മിൽ അത് സംയോജിപ്പിക്കുകയാണ്. തുമ്മ യജഅലുഹു റുഖാമ, എന്നിട്ട് അതിനെ അട്ടിയട്ടിയാക്കി മാറ്റിയാണ് മേഘങ്ങളെ. ഫതറൽ വദ്ക യഖ്റുജു മിൻ ഖിലാലി, എന്നിട്ട് അതിനിടയിൽ നിന്ന് മഴത്തുള്ളികൾ പെയ്യുന്നത് നിനക്ക് കാണാം. വയുനസിലു മിനസ് സമാഇ മിൻ ജിബാലിൻ ഫിഹാ മിൻ ബറദിൻ, വലിയ മലകൾ പോലെയുള്ള കർമേഘങ്ങളിൽ നിന്ന് ആലിപ്പഴങ്ങളായിട്ട് മഴ വർഷിപ്പിക്കുന്നു. ഫയുസീബു ബിഹി മൻ യശാ, അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അത് അള്ളാഹ് ബാധിപ്പിക്കും ആ മഴ. വയസ്രിഫു അമ്മൻ യശാ, അള്ളാഹ് ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അതിനെ മാറ്റിക്കളയും ചെയ്യും. നോക്കൂ നിങ്ങൾ, എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. വലിയ പാഠമാണ് അള്ളാഹിന്റെ അസ്തിത്വം മനസ്സിലാക്കുക. അതിനു പുറം അള്ളാഹുവിന്റെ ഏകത്വം മനസ്സിലാക്കുക. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അള്ളാഹിന്റെ ഏകത്വം അള്ളാഹിനെ മനസ്സിലാക്കുക ഒന്ന്. അതിലും വലിയ കാര്യമായിട്ടാണ് അള്ളാഹിന്റെ ഏകത്വം മനസ്സിലാക്കുക എന്ന് പറഞ്ഞത്. അള്ളാഹുവിന്റെ ഏകത്വം അറിയാത്തവൻ അള്ളാഹിനെ മനസ്സിലായിട്ട് കാര്യമില്ല. അള്ളാഹുവാണ് മഴയെ വർഷിപ്പിക്കുന്നത് പറഞ്ഞതിന് ശേഷം അള്ളാഹ് പറയുന്നത്, വലാ തജ്അലു ലില്ലാഹി അൻദാദ യാ അയ്യുഹന്നാസ്, മനുഷ്യരെ മുഴുവനും വിളിച്ചു പറഞ്ഞു, ഉഅ്ബുദു റബ്ബക്കും, നിങ്ങൾ നാഥനെ ആരാധിക്കണം, ഇബാദത്ത് അവന് മാത്രമേ പാടുള്ളൂ. എന്നിട്ട് അള്ളാഹ് അതിന് തെളിവുകൾ പറയാണ്. ഭൂമിയെ വിരിപ്പാക്കി, ആകാശത്തെ കെട്ടിടമാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ്, അവൻ നിങ്ങൾക്ക് മഴ വർഷിപ്പി വഅൻസല മിനസ് സമാഇ മാഅ. അതുകൊണ്ട് ഫലാ തജ്അലു ലില്ലാഹി അൻദാദ വഅൻതും തഅലമുൻ, അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹ്ക്ക് സമന്മാരെ ഉണ്ടാക്കരുത്. അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിനേക്കാൾ വലിയതാണ് അള്ളാഹിന്റെ ഏകത്വം മനസ്സിലാക്കൽ. വളരെ പ്രധാനമാണത്. കാരണം എന്താ? മക്കത്തെ മുശ്രിക്കിനോട് മൻ യുനസ്സിലു മിനസ് സമാഇ മാഅ, ആരാടോ ആകാശത്തുനിന്ന് മഴ വർഷിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവൻ പറയുന്ന മറുപടി ലയഖൂലുന്നല്ലാഹ, മഴ വർഷിപ്പിക്കുന്ന അള്ളാഹ്വാണ് ആ മക്കത്തെ മുശ്രിക്ക് പറഞ്ഞത്. എന്നിട്ടും എന്താണ് അവൻ മുശ്രിക്കായത്? വലഇൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅൻ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ ലയഖൂലുന്നല്ലാഹ് ഖുലിൽ ഹംദുലില്ലാഹ് ബൽ അക്സറുഹും ലാ യഅഖിലൂൻ. അൽഹംദുലില്ലാഹ് ബൽ അക്സറുഹും ലാ യഅഖിലൂൻ. ഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്നില്ല. മഴ വർഷിപ്പിക്കുന്നത് അള്ളാഹുവാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അള്ളാഹുവിന്റെ ഏകത്വം അറിയണം. അള്ളാഹ്ക്ക് സമന്മാരെ ഉണ്ടാക്കരുത്. അള്ളാഹുവിന് നൽകേണ്ടത് മുഴുവനും അള്ളാഹ്ക്ക് മാത്രം നൽകണം. മക്കത്തെ മുശ്രിക്കിന് അള്ളയാണ് മഴ വർഷിപ്പിക്കുന്നത് എന്ന അറിവുണ്ടായിട്ടും അവരെന്തുകൊണ്ടാ മുശ്രിക്കായത്? അവരോട് ചോദിച്ചു, എന്നിട്ടും എന്താണ്? മഴ വർഷിപ്പിക്കുന്നത് അള്ളാഹുവാണ്, ആകാശഭൂമികളെ പടച്ചത് അള്ളയാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നു. ഇതൊക്കെ ഖുർആനാണ് സഹോദരങ്ങളെ. എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിന് പുറമെയുള്ളവരോട് നിങ്ങൾ ആവലാതിയും വേവലാതിയും സങ്കടങ്ങളും പറയുന്നത്? നിങ്ങൾ ആവശ്യം പൂർത്തീകരിക്കാൻ, നിങ്ങൾ ആഗ്രഹങ്ങൾ സഫലമാകാൻ നിങ്ങൾ എന്തിന് അള്ളാഹുവിനെ വിട്ട് മറ്റുള്ളവരിലേക്ക് പടപ്പുകളിലേക്ക് പോണം? അവർ പറഞ്ഞ മറുപടി, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് ഞങ്ങളെ ഒരു അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവയെ ആരാധിക്കുന്നത്. അങ്ങനെ തന്നെ അവർ പറഞ്ഞത്. ഇബാദത്ത് ചെയ്യുന്നത് അള്ളാഹുവിലേക്ക് ഞങ്ങളെ ഒരു അടുപ്പിക്കാനാണ്. നോക്കൂ നിങ്ങൾ, ഖുർആനിൽ അല്ലാഹു തആല ഒട്ടനവധി ആയത്തുകളിലൂടെ അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുത്തത് ഈ ഇടയാളനെ മാറ്റണമെന്നതാണ്. മക്കാ മുശ്രിക്കിന്റെ ഹജ്ജ് അള്ളാഹ്ക്കായിരുന്നു മക്കാ മുശ്രിക്കിന്റെ ഹജ്ജ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ഇമാം മുസ്ലിമിന്റെ ഹദീസിൽ കാണാം, അള്ളാഹുവേ നിന്റെ വിളിക്കുത്തരം ഞങ്ങൾ വന്നു. മക്കാ മുശ്രിക്കിന്റെ ഹജ്ജ്. ഇബ്രാഹിം നബിനാണ് ഹജ്ജിനെ വിളിച്ചത്. മക്കത്ത് നബി വരുമ്പോ ഹജ്ജുണ്ട്, കഅബ ഉണ്ട് അവിടെ. കഅബനെ തവാഫ് ചെയ്ത മക്കത്തെ മുശ്രിക് ഹജ്ജ് ചെയ്തിരുന്നു. എല്ലാം അള്ളാഹ്ക്ക് തന്നെയായിരുന്നു. എന്നിട്ടും പിന്നെ എന്തുകൊണ്ട് അവർ മുശ്രിക്കായി? ചിന്തിക്കണം. എന്നിട്ടും എന്തുകൊണ്ട് അവർ അള്ളാഹ്ക്ക് ഹജ്ജ് ചെയ്തിട്ടും മഴ വർഷിപ്പിക്കണം അള്ളാഹ് എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് മുശ്രിക്കായി? അള്ളാഹ് പറയാണ്, ഇവർ അള്ളാഹുവിലേക്ക് ഇടയാളനെ വെച്ചു എന്നുള്ളതാ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ കാര്യമായി ചെയ്തത് ഈ ഇടയാളന്മാരെ മാറ്റി എന്നുള്ളതാണ്. ഫൈദാ സഅലക ഇബാദി അന്നി, എന്നെക്കുറിച്ച് എന്റെ അടിമ ചോദിച്ചാൽ, അള്ളാഹ് പറയാ,
അള്ളാഹ് പറയാണ്, എന്റെ അടിമ എന്നെക്കുറിച്ച് ചോദിച്ചാൽ പറയുക ഇന്നി ഖരീബ്. സുബ്ഹാനല്ലാഹ്, ചിന്തിക്കാനില്ലേ അള്ളാഹ്ക്ക് എത്ര നാമുണ്ട്. എന്നെക്കുറിച്ച് എന്റെ അടിമ വെച്ച റഹ്മാനാന്ന് പറയണം, റഹീമാണെന്ന് പറയണം. അതൊന്നുമല്ല പറഞ്ഞത്, ഖരീബാണെന്ന് പറയണം. അതെന്താ? ഏറ്റവും അടുത്തവനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി, എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കും. അള്ളാഹ് പറയാണ്. അടുത്തവനിലേക്ക് പിന്നെ അടുപ്പിക്കാൻ എന്തിനാ ആള്? ഇനി അടുത്തവൻ എന്ന് പറഞ്ഞു. ഇനി ഏറ്റവും അടുത്തവൻ നഹ്നു അഖ്റബ്. ഇസ്മു തഫ്ളീലാണ് ഖരീബിന്റെ. ഖരീബ് പോലെ ഇസ്മു തഫ്ളീലാണ് അഖ്റബ്. ഏറ്റവും നഹ്നു അഖ്റബ് ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. ജീവനാടിയേക്കാൾ അടുത്തവനാണ് അല്ലാഹു എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തവൻ. പിന്നെ അടുപ്പിക്കാൻ ആള് വേണ്ട, ഇടയാളൻ വേണ്ട. വളരെ വ്യക്തമായി അല്ലാഹു പറഞ്ഞു, ഇന്ന റബ്ബി ഖരീബും മുജീബ്. എന്റെ റബ്ബ് അവൻ ഏറ്റവും അടുത്തുള്ളവനും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനുമാണ് എന്ന് പറഞ്ഞു. ഇതെന്താണ്? നേരിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ പോരെ, ചോദിച്ചാൽ പോരെ എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തെ എന്തിന് പ്രകോപിപ്പിക്കണം? സർക്കുലറുകളും ലെറ്ററുകളും അയച്ച് തിരുത്താൻ എന്തിന് പറയണം? ഇത് ഇസ്ലാമല്ലേ? ഇതല്ലേ ഇസ്ലാം? ഇതല്ലേ ദീന്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന്റെ ആശയം ഇതല്ലേ? ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം, ഇത് പ്രബോധനം ചെയ്തുകൊണ്ടേയിരിക്കണം. അള്ളാഹുവിലേക്ക് ആളുകളെ അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോ അള്ളാഹുവിൽ നിന്ന് ആളുകൾ അകന്നകന്ന് പോവുകയാണ്. അള്ളാഹുവിൽ നിന്ന് ആളുകൾ അകന്നകന്ന് പോകുമ്പോ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അതിന് പകരം അള്ളാഹുവിൽ നിന്ന് അകറ്റാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക. ഒരു തങ്ങൾ മരിച്ചാല് അപ്പ ജാറുണ്ടായി. ഇപ്പൊ കാസർഗോഡ് ഒരു തങ്ങൾ മരിച്ചു. ഖുറാ തങ്ങൾ മരിച്ചപ്പോ ആദ്യം ചെയ്ത പണി എന്താണ്? അവിടെ ജാറം കെട്ടിപ്പൊക്കി. എന്നിട്ട് അവിടെ ആളുകൾ വരാൻ തുടങ്ങി. ആളുകൾ ആഗ്രഹങ്ങൾ സഫലമാകാൻ, ഉദ്ദേശ ലബ്ധി കിട്ടാൻ, അസുഖങ്ങൾ മാറാൻ, ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നീങ്ങാൻ, കഷ്ടപ്പാട് നീങ്ങാൻ, ദാരിദ്ര്യം മാറാൻ, ഐശ്വര്യം തിരിച്ചു വരാൻ അവിടേക്ക് ചെല്ലുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചോ? സ്വഹാബത്ത് പഠിപ്പിച്ചോ? ആലോചിക്കണം നമ്മൾ. എവിടെയാണ് അള്ളാഹുവിൽ നിന്ന് ജനങ്ങളെ അകറ്റി കൊണ്ടുപോകുന്നു? ഇത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. തിന്മകൾ വർദ്ധിക്കുന്ന ഈ ലോകത്ത് അള്ളാഹനെ പേടിച്ച് അള്ളാഹനെ മാത്രം ആരാധിച്ച് ജീവിക്കാൻ ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യേണ്ടതിന് പകരം ഇറക്കുന്ന സർക്കുലറുകളും കത്തുകളും ഒക്കെ അള്ളാഹുവിൽ നിന്ന് അകറ്റാനുള്ളതായി മാറുന്നു. മമ്പുറത്ത് നേർച്ച കഴിഞ്ഞു, അന്നദാനം നടത്തി. എന്താണ് അന്നദാനം? പട്ടിണിപ്പാവങ്ങളല്ലല്ലോ അന്നം വാങ്ങാൻ വന്നത്. ഒരു 100, 200, 250 രൂപക്ക് ഒരു ഭക്ഷണപ്പൊതി കിട്ടും. ആ ഭക്ഷണപ്പൊതി കിട്ടാൻ 2000, 3000 പെട്രോളും ഡീസലും അടിച്ച ആൾക്കാർ വന്നില്ലേ? വരി നിന്നവരുടെ കൂട്ടത്തിൽ പണക്കാരില്ലേ? അപ്പൊ പിന്നെ പട്ടിണിപ്പാവങ്ങൾക്ക് കൊടുത്ത അന്നല്ലത്, പിന്നെന്താണ്? അതുകൊണ്ട് കുറെ രോഗങ്ങൾ മാറും, കാര്യങ്ങൾ സഫലമാകും. ഇതാണ് ആ അന്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ 100, 150 രൂപന്റെ ഒരു പൊതി മണിക്കൂറുകളോളം വരി നിന്നിട്ട് ഒരാൾക്ക് കിട്ടുക. ആ മണിക്കൂറുകളോളം മഴയും വെയിലും കൊണ്ട് വരി നിൽക്കുകയാണ്. എന്തിന്? 250 ഉറുപ്പിക ഇല്ലാത്തവർ മാത്രമാണോ? പട്ടിണി പാവങ്ങളാണോ? അവർക്കാണോ അന്നദാനം നടത്തിയത്? അല്ല. മറിച്ച് ഇത്രയും ദൂരം നിന്ന് ആളുകൾ എന്തിനു വരുന്നു? ഈ പൊതിക്കെന്തോ പ്രത്യേകതയുണ്ട്, ആവശ്യങ്ങൾ നിറവേറാൻ ഇതിനെന്തോ അഭൗതികമായ കഴിവുണ്ട് എന്ന ചിന്തയോടുകൂടി തന്നെയാണ് പണക്കാരടക്കം അവിടെ വന്ന് നിൽക്കുന്നത്. അല്ലാതെ ഒരു നേരത്തെ തന്നെ തിന്നാൻ വകുപ്പില്ലാത്ത ആളുകളല്ലല്ലോ വന്നത്. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അള്ളാഹുവിനെ പറ്റി എന്താണോ പറഞ്ഞത് അതായിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം അവസാനം വരെ ഉണ്ടാകണം. മരണസമയത്ത് എത്ര ആളുകൾ നമ്മുടെ ചെവിയിലേക്ക് എത്ര ഉറക്കെ വിളിച്ചു പറഞ്ഞാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷിയായിട്ട് മരിക്കാൻ കഴിയില്ല. അഷ്ഹദു ജീവിതത്തിൽ ഉണ്ടാവണം, എങ്കിലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ കഴിയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ ബറക. അള്ളാഹു ആകാശത്തുനിന്ന് മഴ ഇറക്കിയാല് ഇല്ലാ സുബക ഫരീഖു മിനൻ നാസി ബിഹാ കാഫിറൂൻ. ആ മഴ കൊണ്ട് തന്നെ കുറെ ആൾക്കാർ കാഫിറുകളായി. യുനസ്സിലുല്ലാഹുൽ ഗൈസ, അല്ലാഹു ഗൈസ് ഇറക്കും. ഫയഖൂലൂന, അവർ പറയും അൽ കൗകബ് കദാ കദാ, ഇന്നെ അത് കർക്കിടകമായതുകൊണ്ടാണ്, കർക്കിടകത്തിന്റെ മഴയാണ്, ഞാറ്റുവരയാണ് എന്നൊക്കെ അവർ പറയും. വാക്കുകൾ പോലും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. വാക്കുകൾ പോലും. ഹുദൈബിയയിൽ രാത്രി മഴ പെയ്തു, ശക്തമായി മഴ പെയ്തു ഹുദൈബിയയിൽ. പിറ്റേന്ന് പ്രഭാതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് നേരെ തിരിഞ്ഞിട്ട് ചോദിച്ചു, ഹൽ തദറൂന മാദാ ഖാല റബ്ബുക്കും.
ഹുദൈബിയയിൽ തലേദിവസം മഴ ശക്തമായി പെയ്തപ്പോ പിറ്റേന്ന് സുബീക്ക് ശേഷം റസൂല് സ്വഹാബത്തിനോട് ചോദിക്കുക, നിങ്ങളെ റബ്ബ് എന്താ പറഞ്ഞത് നിങ്ങൾക്കറിയോ? അവര് പറഞ്ഞു അസ്ബഹ മിൻ ഹൽ തദറൂന മാദാ ഖാല റബ്ബുക്കും, റബ്ബ് എന്താ പറഞ്ഞത്? അവര് പറഞ്ഞു അല്ലാഹു റസൂലിനല്ലാതെ വേറെ ആർക്കാൻ അറിയാം, നിങ്ങൾക്ക് അറിയുള്ളൂ. അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വകാഫിർ പറഞ്ഞു, എന്റെ അടിമകളിൽ ചില ആൾക്കാർ മുഅ്മിനായി, ചില ആൾക്കാർ കാഫിറായി. ആരാണത്? ഫഅമ്മാ മൻ ഖാല മുതിർന ബിഫദ്ലില്ലാഹി വറഹ്മത്തിഹി, അള്ളാന്റെ ഫദ്ല് കൊണ്ട് റഹ്മത്ത് കൊണ്ട് മഴ കിട്ടി എന്ന് പറഞ്ഞോലൊക്കെ ഫദാലിക മുഅ്മിനും ബി വകാഫിറും ബിൽ കൗകബ്, എന്നിൽ വിശ്വസിച്ചു, കൗക്കബിൽ അവിശ്വസിച്ചു. വഅമ്മാ മൻ ഖാല ബിനൗഇ കദാ വകദാ, ഇന്നാൽ ഇന്ന ഞാറ്റുവേല കൊണ്ട് മഴ കിട്ടി എന്ന് പറഞ്ഞവൻ ഫദാലിക കാഫിറും ബി വമുഅ്മിനും ബിൽ കൗകബ്, എന്നിൽ അവിശ്വസിച്ചവനാണ്, കൗക്കബിൽ വിശ്വസിച്ചവനാണ്. സഹോദരങ്ങളെ, മുഴുവൻ സ്റ്റാറ്റസ് പരക്കുകയാണ്. എന്തിനാണ് സ്റ്റാറ്റസ്? ഇടയാളനാക്കി പ്രാർത്ഥിക്കണം എന്ന് പറയാൻ റസൂലുള്ള വന്നത് എന്തിനാ? റസൂലുള്ള വന്നത് ഇടയാളന്മാരെ ഒഴിവാക്കണം എന്ന് പറയാൻ. ഖുർആനേനാ വന്നത്, നേരിട്ട് അള്ളാഹുവോട് പറയണമെന്ന് പറയാൻ, അല്ലേ? എന്നാൽ ഇന്ന് വെച്ച സ്റ്റാറ്റസ് മുഴുവൻ എന്താ? ഒരു ഖുർആനിലെ സൂറത്ത് നിസായിലെ ഒരു ആയത്തും ബുഖാരിയിലെ ഒരു ഹദീസും. എന്താണ് ഖുർആനിലെ ആയത്ത്? ഖുർആനിലെ ആയത്തിൽ ഇടയാളിനെ വെക്കണം എന്നാണോ ആ ആയത്ത്? സ്റ്റാറ്റസായി പരന്ന മുഴുവൻ വാക്കുകളും അത് സ്റ്റാറ്റസ് വെച്ച ആളുകളും ഒക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. അതിൽ പറഞ്ഞ ആയത്ത് ഒരിക്കലും തന്നെ റസൂലിനെ ഇടയാളനാക്കി അവർ പ്രാർത്ഥിച്ചു എന്നല്ല, മറിച്ച് വ്യക്തമായിട്ട് സൂറത്ത് നിസായിലെ 64-ാമത്തെ ആയത്ത്, വലൗ അന്നഹും യദ്ലമു അൻഫുസഹും ജാഉക, അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ നബിയെ താങ്കൾ അടുക്കൽ അവർ വരും. ഇന്നത്തെ ഖുർആൻ ക്ലാസ് മദ്രസന്ന് കേട്ട ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അവർക്ക് തെറ്റിനെ കുറിച്ച് ഭയങ്കര പേടിയായിരുന്നു. ഒരു തിന്മ വന്നതിന്റെ ഗൗരവം എന്താണെന്നറിയാം. അപ്പൊ അവരെന്ത് ചെയ്യും? റസൂലുള്ളാഹിന്റെ അടുക്കൽ വരും, നബിനോട് പറയും, നബിയെ ഞാൻ ഇന്ന തെറ്റൊക്കെ ചെയ്തു എന്ന് പറയും. ഫസ്തഗ്ഫിറുല്ലാഹ്, അള്ളാന്റെ റസൂല് അള്ളാഹിനോട് പൊറുക്കല്ലത്തോട് ഇവർക്ക് വേണ്ടി, വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, ഇവരും അള്ളാഹിനോട് പൊറുക്കല്ലത്തോടും റസൂലും അവർക്ക് വേണ്ടി പൊറുക്കല്ലത്തോടും പ്രാർത്ഥിക്കും. ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അള്ളാഹുവിനെ തൗബ സ്വീകരിക്കുന്ന കാരുണ്യവനായിട്ട് കാണാം. എന്താ ആയത്ത്? അവിടെ വന്ന് നബിനോട് പ്രാർത്ഥിക്കുന്നല്ല ആയത്ത്, നബിനെ ഇടയാളനാക്കി പ്രാർത്ഥിക്കുന്നല്ല ആയത്ത്. നബിന്റെ അടുക്കൽ വരും, എന്നിട്ട് നബിനോട് ചെയ്ത തെറ്റ് പറയും, നബിനോട് പറയും പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയും. നമ്മളൊക്കെ പറയില്ലേ, ജീവിച്ചിരിക്കുന്നവരോട് പറയില്ലേ പ്രാർത്ഥിക്കണം എന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതാണോ ഇടയാളന്മാർ? ഇതാണോ നമ്മുടെ നാട്ടിൽ വെക്കുന്ന ഇടയാളത്തേട്ടം? അല്ലല്ലോ. പ്രാർത്ഥിക്കാൻ നമ്മൾ പറയും, അവർ പ്രാർത്ഥിക്കും. എന്നാൽ അതാണ് ഈ ആയത്ത്. എന്നിട്ട് ഈ ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് പഠിപ്പിക്കാനെന്ത്? അവരൊക്കെയും നബിയെ ഇടയാളനാക്കിയിട്ടാ പ്രാർത്ഥിച്ചത് എന്ന്. ഇനി ഇമാം ബുഖാരിന്റെ ഹദീസ് എന്താ? മഹാനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് അദ്ദേഹം ജനങ്ങൾ വരൾച്ച ബാധിക്കുമ്പോ ഉമർ ഖത്താബ് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ അടുക്കൽ വന്നിട്ട് പറയും, നിസ്കരിക്കണം എന്ന് പറയും. ഹദീസ് അതാ, നിസ്കരിക്കണം, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങൾ റസൂലുള്ളാഹിയോട് ഈ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ഇടയാളനാക്കി റസൂലിനോട് പറഞ്ഞിരുന്നു, റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത്. ഇപ്പോ റസൂലുള്ളാഹി മരിച്ചുപോയി, അതുകൊണ്ട് അവരാരും റസൂലിനെ വിളിച്ചില്ല, റസൂലിനോട് തേടിയില്ല. ജീവിച്ചിരിക്കുന്ന അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോടാ പറഞ്ഞത്. അദ്ദേഹം നിസ്കരിച്ചു, മഴ വർഷിച്ചു, ഹദീസിലുണ്ട്. ആ ഹദീസിനെയാണ് ഇടയാളനാക്കാൻ, പ്രാർത്ഥിക്കാൻ, അള്ളാഹിനോട് പറയാൻ ഇടയാളന്മാർ വേണം എന്നതിന് സ്റ്റാറ്റസ് വെച്ചിട്ടുള്ളത്. ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ആലോചിക്കണം നമ്മൾ എത്രമാത്രം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ എഴുതി വെച്ചിട്ടുള്ളത് നമുക്ക് കാണാം. ഇതിന്റെ ഷറഹിൽ കാണാം, അല്ലാഹുമ്മ ഇന്നാ കുന്ന നത്ലുബു മിനൻ നബി അൻ യദ്ഉവ, റസൂലിനോട് പറഞ്ഞത് പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂലെ പ്രാർത്ഥിക്കണം എന്നാണ്. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാ, അല്ല റസൂലിനെ അടയാളനാക്കി വെച്ച് പ്രാർത്ഥിക്കല്ല, റസൂലിനോട് പ്രാർത്ഥിക്കല്ല. വകാന ഉമർ യുഖദ്ദിമുൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അമ്മി നബി ലിയദ്ഉവ ലിന്നാസ്, ഉമർ റളിയല്ലാഹു തആല അൻഹു അബ്ബാസ് അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞത് ലിയദ്ഉവ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണമെന്ന. മരിച്ച അബ്ബാസ് അബ്ദുൽ മുത്തലിബിനെ അടയാളനാക്കിയതല്ല, ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന. എന്നിട്ട് വീണ്ടും പറയാണ്, ഫഇന്ന ഉമറ റളിയല്ലാഹു അൻഹു ലം യതവസ്സൽ ബിൻ നബിയ്യി ബഅദ മമാതിഹി, നബിയുടെ മരണത്തിന് ശേഷം ഒരിക്കലും റസൂലിനെ ഇടയാളനാക്കി ഉമർ ഖത്താബ് ഒരു വാക്കും പറഞ്ഞിട്ടില്ല നബിയുടെ മരണത്തിന് ശേഷം.
അപ്പൊ സഹോദരങ്ങളെ, വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓരോ മഴത്തുള്ളിയും നമുക്ക് വലിയ സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം അള്ളാഹനെ മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ ഏകത്വം മനസ്സിലാക്കുക, അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് ആ നന്ദി കാണിക്കുന്നതിന്റെ ഭാഗമാണ് ഇബാദത്ത്, ആരാധനകൾ. അവന് മാത്രം ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ അള്ളാഹു മതി, എനിക്കെന്റെ അള്ളാഹു മതി. പ്രവാചകന്മാർ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹുകൾ, ഇവരുടെ മാർഗത്തിൽ ജീവിക്കണം പടച്ചോനെ എനിക്ക്. അവരെ കുറ്റം പറയാനല്ല, പരിഹസിക്കാനല്ല. അമ്പിയാക്കൾ ജീവിച്ച മാർഗം, ഔലിയാക്കൾ ജീവിച്ച മാർഗം, സിദ്ദീഖുകളും ശുഹദാക്കളും ജീവിച്ച മാർഗം, ആ മാർഗം ഇതാണ്. അവരാരും ഒരു സങ്കടവും ഒരു വേവലാതിയും അള്ളാഹുവിനോടല്ലാതെ പറഞ്ഞിട്ടില്ല. മനുഷ്യന്മാരോട്, ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരോട് പറഞ്ഞാൽ തീരുന്ന മനുഷ്യന്മാരോട് പറയും. അതല്ലാത്ത കാര്യങ്ങളുണ്ടല്ലോ, അള്ളാഹിനോട് പറയേണ്ട കാര്യങ്ങൾ അള്ളാഹിനോട് തന്നെ പറയണം. ബദരീങ്ങളെ കാക്കണേ, മോദി ഷേഖെ രക്ഷിക്കണേ, മരിച്ചുപോയവരാണവർ, അള്ളാഹുവെ കാക്കണേ എന്ന് പറയുന്നതിന് പകരമാണത്. ബദരീങ്ങളെ കാക്കണേ, അള്ളാഹ് കാക്കണേ എന്ന് പറയുന്നതിന് പകരമാണത്. ബദരീങ്ങളെ മോശാക്കല്ല, ബദരീങ്ങളാണ് മഹാന്മാർ. ഷിയാഹു ബദർ, സ്വഹാബികൾ ഏറ്റവും ശ്രേഷ്ഠരായവരവരാണ്. എന്തിനാണ് ബദർ ഉണ്ടായത്? ഇടയാളത്തേട്ടം ഒഴിവാക്കാനാണ്. അബൂജഹൽ സുജൂദിൽ കിടന്ന് പ്രാർത്ഥിച്ചത് ആരോടാ? അള്ളാഹിനോട് അല്ലേ? അള്ളാഹിനോടാണ് അബൂജഹൽ പ്രാർത്ഥിച്ചത്. അബൂജഹൽ കഅബന്റെ കില്ല പിടിച്ചു. അല്ലാഹുമ്മ അയ്യൂനാക്കാൻ അക്തഖുലി റഹീം വഅത്താന ബിമാലാന അരിഫ്. അബൂജഹലിന്റെ പ്രാർത്ഥന അള്ളാഹിനോടാ. എന്നിട്ടും എന്താ അബൂജഹൽ മുശ്രിക്കായത്? റസൂലുള്ളാഹി സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. റസൂലുള്ളാഹി അള്ളാഹിനോട് മാത്രം, അബൂജഹലോ അള്ളാഹിനോടും പ്രാർത്ഥിക്കും, അള്ളാഹ് അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അതാണ് പ്രശ്നം. ഇത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം സഹോദരങ്ങളെ. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് ദുആ ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദത്ത് അർത്ഥം ഉൾക്കൊണ്ട്, ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് അതിന് സാക്ഷിയായി മരിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ മഴത്തുള്ളിയും നമുക്ക് നൽകുന്ന ഒരുപാട് സന്ദേശങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പിന്നീട് പറയാം. ഒന്നാമത്തെ സന്ദേശം മാത്രമാണ് പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ ഒരു മനുഷ്യനെ മുച്ചൂടും ശുദ്ധീകരിക്കുന്ന, മാറ്റുന്ന, സംസ്കരിക്കാൻ ആവശ്യമായ 8 സന്ദേശങ്ങൾ മഴയിലൂടെ ഖുർആൻ നമുക്ക് നൽകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം അള്ളാഹനെ മനസ്സിലാക്കന്നെ. ആയിഷ ബീവി പറഞ്ഞില്ലേ, റസൂലുള്ളാഹി വന്നിട്ട് ആദ്യം തന്നെ കള്ള് കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതെങ്കിൽ ഒരാളെ അന്ന് കിട്ടൂല. കാരണം കള്ളുകുടി അന്ന് സാർവത്രികമായിരുന്നു, പരക്കപ്പെട്ടതായിരുന്നു. അള്ളാഹനെ മനസ്സിലാക്കി കൊടുത്തു റസൂലുള്ളാഹി. ആദ്യത്തെ 13 കൊല്ലം റസൂൽ ചെയ്ത പണി അതാണ്. അള്ളാഹാനെ മനസ്സിലാക്കി കൊടുത്തു. അള്ളാഹാനെ മനസ്സിലായ ബാക്കിയൊക്കെ ശരിയാവും. അതുകൊണ്ട് തന്നെ മഴ ഒന്നാമതായി നൽകുന്ന സന്ദേശം അള്ളാഹാനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അള്ളാഹാനൊക്കെ മനസ്സിലായി, അള്ളാഹ് ഏകൻ തന്നെയാണ്, നമുക്ക് കുഴപ്പമൊന്നുമില്ല, അള്ളാഹിനോട് തന്നെ പ്രാർത്ഥിക്കുന്നുള്ളൂ, ആ വിശ്വാസം തന്നെയാണ് എന്ന് പറഞ്ഞാൽ പോരാ. നമ്മളെ നാവ് കൂടി അതിന് സാക്ഷിയാകണം. മഴ വർഷിക്കുമ്പോൾ, ഓരോ മഴ വർഷിക്കുമ്പോഴും നമ്മുടെ നാവിൽ നിന്നൊരു ദിക്ർ വരണം. സുബ്ഹാനല്ലാഹ്. ഏത് സമയത്തും ദിക്റിന്റെ നനവ് നമ്മുടെ നാവിൽ പറ്റരുത്. മഴ വർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന് വരേണ്ട ദിക്റാണ് അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ. ഒരു 2 തവണ പറഞ്ഞാൽ പഠിക്കാം. ഒരു 2 തവണ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഏതൊരാൾക്കും പഠിക്കാം. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ. ഈ പ്രാർത്ഥന, അല്ലാഹുവേ ഈ മഴ ഉപകാരപ്രദമായ നല്ല മഴയാക്കിക്കൊണ്ട പടച്ചവനെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ. ഒരു മഴത്ത് നമ്മൾ കയറി നിന്നു, മഴയാണ്, വല്ലാതെ ബുദ്ധിമുട്ടുണ്ട്, പുറത്തു പോകുന്നില്ല, മഴ തീരട്ടെ എന്ന് പറഞ്ഞു. മഴ ചോർന്നാൽ പിന്നീട് നമ്മൾ പറയേണ്ടത് മുത്തിർനാ ബിഫദ്ലില്ലാഹി വറഹ്മത്തിഹി, ഈ മഴ കിട്ടിയത് അള്ളാഹിന്റെ റഹ്മത്ത് കൊണ്ട്, ഫദ്ൽ കൊണ്ടുമാണ് എന്ന് പറയണം. ആ ദിക്ർ നമ്മളെ നാവിൽ വരണം. ഇനി സ്കൂളുകളൊക്കെ അടച്ചുകൊണ്ടിരിക്കുന്നു, വിദ്യാഭ്യാസ സ്ഥാപനം നടക്കുന്നു, പല സ്ഥലത്തും മഴയാണ്, പല ജില്ലകളിലും മഴയുടെ കെടുതികളുണ്ട്, കടൽക്ഷോഭമുണ്ട്, പല പ്രയാസങ്ങളുണ്ട് മഴ കൊണ്ട്. ശരി, ഇതൊക്കെ നമ്മൾ ഇതേ മിമ്പറയിൽ വെച്ച് ഒരു 1.5-2 മാസം മുമ്പ് നമ്മൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോല. ചൂടെടുക്കണോ എന്ന് പറഞ്ഞിട്ട് ഇടങ്ങാറായോല. ഒന്ന് ഈ ചൂടിൽ നിന്നൊരു കുറവ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചോല. നമ്മളെക്കൊണ്ട് തന്നെ പടച്ചോൻ, ഇതൊക്കെയാണ് പടച്ചോന്റെ കുദറത്ത് എന്ന് പറഞ്ഞത്. നമ്മളെക്കൊണ്ട് തന്നെ പടച്ചോൻ പറയണം. ഇനി മഴക്കെടുതികൾ ഉണ്ടായാൽ നമ്മൾ പറയേണ്ടത് അല്ലാഹുമ്മ ഹവലൈന വലാ അലൈന, അല്ലാഹുമ്മ അലൽ ആകാമി വൽ ഇറാബി വബുതൂനിൽ ഔദിയ വമനാബിത്തിശ് ഷജർ. അല്ലാഹുവേ
മഴ ആവശ്യമുള്ള പരിസര പ്രദേശങ്ങളിലേക്ക്, കാടുകളിലേക്ക്, കുന്നുകളിലേക്ക് ഒക്കെ ഈ മഴയെ നീ എത്തിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനകൾ അപ്പം അള്ളാഹിനെ മനസ്സിലാക്കി, അള്ളാഹിന്റെ കുദ്റത്ത് മനസ്സിലാക്കി, അള്ളാഹിന്റെ ഏകത്വം മനസ്സിലാക്കിയ ശേഷം നമ്മുടെ നാവുകളിലൂടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ദിക്റുകളായി വരണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മയോട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗികളായ ആശുപത്രികളിലും വീടുകളിലും കിടക്കുന്നവരുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. നമ്മുടെ ഒരു സഹോദരന്റെ ഉമ്മ ദിവസങ്ങളായി അബോധാവസ്ഥയിൽ പ്രായമായ ഉമ്മ കിടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മരണമാണ് ഖൈറെങ്കിൽ മരണവും, ജീവിതമാണ് ഖൈറെങ്കിൽ ജീവിതവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു നമ്മളെ എല്ലാവരും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴക്കെടുതികൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും നിറവേറ്റി തരുമാറാവട്ടെ. അല്ലാഹു മുഗ്ഫിലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഹിയാഹും മിൻകും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم اعتق رقابنا من النار اللهم اشف مرضانا ومرضى المسلمين اللهم ارحم موتانا وموتى المسلمين اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين.